ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിനെ കുറിച്ചാണ് കേട്ടോ. മൂന്നാറിലെ 2 ദിവസം കൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എല്ലാതും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാൽ ആദ്യം തന്നെ ഒരു ഔട്ട്ലൈൻ പറയാം കേട്ടോ. എവിടെയൊക്കെ പോയി ഏതൊക്കെ സ്ഥലങ്ങളാണ് കവർ ചെയ്ത് എന്നുള്ളത്. ഞങ്ങൾ പാലക്കാട് നിന്നാണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മാമലക്കണ്ടം ഫോറസ്റ്റിലൂടെ അടിമാലി എത്തി. അവിടെ എക്കോ പോയിൻ്റ്, പിന്നെ അത് കഴിഞ്ഞ് മാട്ടുപ്പെട്ടി ഡാം, ബൊട്ടാണിക്കൽ ഗാർഡനിൽ മ്യൂസിക്കൽ ഫൗണ്ടർ, അതൊക്കെ കണ്ട് ലാസ്റ്റ് പൂപ്പാറ സ്റ്റേ ചെയ്തു. 2-ാമത്തെ ദിവസം പൊന്മുടി ഡാം, പാർക്ക്, അവിടെ ഓഫ് റോഡായിരുന്നു കേട്ടോ. ചതുരംഗപ്പാറ വ്യൂ പോയിൻ്റ്, ശാന്തംപാറ, ആനയിറങ്ങൽ ഡാം, മൂന്നാർ, ചിറയമ്പാറ വെള്ളച്ചാട്ടം, വാളറ വെള്ളച്ചാട്ടം, ഇതൊക്കെയാണ് കേട്ടോ 2 ദിവസം കൊണ്ട് കവർ ചെയ്ത സ്ഥലങ്ങൾ. എല്ലാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു. നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സീറ്റ് എല്ലാവരും ഇത് അടയ്ക്കാനൊക്കെ പറയുമ്പോഴും ഞാൻ സൈഡ് ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര തണുത്താലും എത്ര ഇതായാലും നല്ല സൈഡിലൊക്കെ ഉള്ള പൂക്കളും വെള്ളച്ചാട്ടവും പച്ചപ്പും എല്ലാം ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണെടുക്കാൻ തോന്നാത്ത വിധത്തിലായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ സഹിച്ചാലും സൈഡ് വ്യൂ ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഞാനിരുന്നു കേട്ടോ. പിന്നെ ആ യാത്രയിൽ കണ്ടുമുട്ടിയ ആൾക്കാരാണെങ്കിലും ഒപ്പമുള്ള എല്ലാ മനുഷ്യരും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളിതേ മാമലക്കണ്ടം ഫോറസ്റ്റിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ്, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്കൂളുണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നും കേട്ടോ. അവിടെ സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ഒരു സ്കൂളാണ് കേട്ടോ. അപ്പോൾ കുറേ ദൂരം പിന്നിട്ടാലും ഇത്രയും ഉള്ളിലേക്കൊക്കെ എങ്ങനെ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള വഴികളായിരുന്നു കേട്ടോ. അങ്ങനെ സ്കൂളെത്തി. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യും, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സൈഡിലായിരുന്നു വെള്ളച്ചാട്ടമൊക്കെ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോസ്റ്റായി. പക്ഷെ എന്നിരുന്നാലും നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. പോകുന്ന വഴികളാണ് എത്തിച്ചേരുന്ന സ്ഥലത്തിനെക്കാട്ടി ആ ഒരു വെള്ളച്ചാട്ടം കാണാതിരുന്നത് വലിയ നഷ്ടമായി എന്ന് തോന്നിയില്ല. മനോഹരമായിട്ടുള്ള വഴിയോരങ്ങളും പിന്നെ പൂമ്പാറ്റയും ഇങ്ങനെ കാണാത്ത പലതരം ചെടികളും കുറേ കാര്യങ്ങൾ കണ്ടു കേട്ടോ. പിന്നെ ചോല, ചെറിയ ചെറിയ ചോല, അവിടെ വെള്ളച്ചാട്ടം കണ്ടില്ലെങ്കിലും അവിടെ പോണ വഴിയും സൈഡിൽ കൂടെ ഇറങ്ങണ വഴിയിലൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടവും ചോലകളും ഒക്കെ കണ്ടു കേട്ടോ. ഞങ്ങളിതേ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ സങ്കടം അങ്ങ് തീർത്തു. പിന്നെ നിറച്ച് പൂമ്പാറ്റകളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മടിയും കൂടാതെ നമ്മുടെ മേത്തും കയ്യിലും ഒക്കെ വന്നിരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എത്ര അടുത്ത് പോയിട്ടാണ് എടുക്കണതെന്നറിയോ. അതിനെ തൊട്ടാലും ഇതാക്കിയാൽ ഒരു കുഴപ്പമില്ലാതെ നല്ല പോലെ എന്താ പറയുക. കുറച്ച് സ്ഥലം ഇതുപോലെയുള്ള കാടുകൾ കാണാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മൊട്ടക്കുന്നുകൾ കാണാം. അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ വെള്ളച്ചാട്ടം, ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരുന്നിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലായിടത്തും പറഞ്ഞാൽ ഇങ്ങനെയുള്ള തേയിലത്തോട്ടങ്ങളാട്ടോ. ചെരിഞ്ഞും വളഞ്ഞും പൊളിഞ്ഞുള്ള റോഡുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാവും കേട്ടോ. നല്ല സ്കില്ലുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഇതിനൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. അതും വലിയ വണ്ടികളൊക്കെ ആവുമ്പോൾ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല കോടയും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈഡിൽ കൂടെയുള്ള വ്യൂ പറഞ്ഞാൽ ഇങ്ങനെ പലതരം പൂക്കൾ, മഞ്ഞയും വയലറ്റും റോസും വെള്ളയും, അങ്ങനെ എന്താ പറയുക, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ചില ഫ്രെയിം പോലെ അത്രയും നല്ല രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. ചില സ്ഥലത്ത് എക്കോ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ ശബ്ദമൊക്കെ ഉണ്ടാക്കി, നല്ല രസമായിരുന്നു. പിന്നെ ഇതേ ഇങ്ങനെ കുഞ്ഞു വീട്, ചുറ്റും പച്ചപ്പ്, അതിൻ്റെ ഉള്ളിൽ ചെറിയ വീടുകൾ, അതുപോലെ ചെറിയ ചെറിയ കട, അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ഇതാണ് കേട്ടോ അടിമാലി വഴി നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തി കേട്ടോ. ക്യാൻവാസും പെയിൻറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് പെയിൻറ്റ് ചെയ്യാൻ തോന്നും. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. കുന്നും വെള്ളവും കാടും അങ്ങനെ എല്ലാം കൂടി ചേർന്ന
അടിപൊളിയായിരുന്നു മാട്ടുപ്പെട്ടി ഡാം. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി പൂപ്പാറ എത്തി. അവിടെ ആയിരുന്നു അന്നത്തെ ദിവസം സ്റ്റേ. അതിനിടയിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഷോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പൂപ്പാറയിലെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ അത്. ഞങ്ങൾ രാവിലെ നേരത്തെ എണീച്ച് കുറച്ച് ദൂരം ചുമ്മാ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തോട്ടം, തേയിലത്തോട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഇത് കണ്ടോ, തേനി, തേക്കടി, രാജക്കാട് ഇവിടേക്കൊക്കെ പോകണ NH85 ആണ് കേട്ടോ അത്. നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഈ പച്ചപ്പും വെള്ളച്ചാട്ടവും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ നിന്നൊന്നും മാറാനോ പോരാനോ ഒന്നും തോന്നില്ല. പിന്നെ ഈ യാത്ര തുടങ്ങി കേട്ടോ. എല്ലാം ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്മുടി ഡാമിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ്. എന്ത് രസമാണ് എന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രത്തോളമാണ് പച്ചപ്പും അതിനോട് സൈഡിലായിട്ടുള്ള ഡാമും. ആ ഡാം അങ്ങനെ പൊന്മുടി ഡാമിലെത്തിയിട്ടോ. ഇനി ഇവിടെ നിന്നൊരു ഓഫ് റോഡ് സവാരി ഉണ്ട്. ഇവിടുത്തെ ഓഫ് റോഡ് യാത്ര പറഞ്ഞ കുറച്ച് സാഹസികമാണ് കേട്ടോ. ചളിയും കല്ലും വണ്ടിയും കാറ്റും മഞ്ഞും, പിന്നെ പോകുമ്പോൾ ചെരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. ഇറങ്ങി നടന്നാലോ എന്ന് വരെ ചിന്തിച്ചു കേട്ടോ. കുറച്ച് ടഫാണ്, എന്നാലും ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് എത്തി. നല്ല മഞ്ഞായിരുന്നു കേട്ടോ. നല്ല കോട എന്ന് പറഞ്ഞാൽ ഭയങ്കര കോടയായിരുന്നു. തൊട്ടപ്പുറത്തുള്ള ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അടുത്തേക്ക് പോകേണ്ടി വന്നായിരുന്നു. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാതും നമ്മളെ നല്ല താഴത്ത് ഉള്ള പോലെ നല്ല അവിടുന്ന് നേരെ ഒരു പാർക്കിലേക്കാണ് കേട്ടോ പോയത്. അവിടെ എന്ന് പറഞ്ഞാൽ ഒട്ടകവും കുതിരയും അങ്ങനെയായിട്ട് കുറച്ച് ജീവികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കണ്ടു കേട്ടോ. ബോർഡ് മാത്രമേ കണ്ടുള്ളൂ, അവിടെ ആൾക്കാരൊന്നും കണ്ടില്ല. കയാക്കിങ്, അതുപോലെ ബോട്ടിങ്, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസും ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ. പക്ഷെ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും സ്ഥലം അടിപൊളിയായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗാർഡൻ. അതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ റിവർ പോലെയൊക്കെ, പിന്നെ കുഞ്ഞി കുടിൽ, പിന്നെ ചുറ്റും പൂക്കൾ, പിന്നെ കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസിനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ റിവറിൻ്റെയൊക്കെ സൈഡിൽ ഇത്രയും പച്ചപ്പും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണല്ലോ. ഈ പച്ചപ്പിൻ്റെ നല്ല തണുപ്പും പിന്നെ റിവറിൻ്റെ ശാന്തതയും, അങ്ങനെ ഒരു നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ചെയ്യണ പോലെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ യാത്ര തുടങ്ങി. ഇതിൽ കുറേ സീനൊക്കെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഈ 2 ദിവസം കൊണ്ട് മൂന്നാറത്തെ ചെറിയൊരു ഭാഗം മാത്രമേ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം മാറ്റിയിട്ട് വട്ടവട, മീശപ്പുലിമല ഈ 2 സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇതും നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. എല്ലാതും ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അടിപൊളി കാഴ്ച.